നമസ്കാരം. കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെപ്പോലെ തന്നെ മലയാളികളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ പോലെ തന്നെ കൊച്ചിനി ജൂഷ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മലയാളി ജൂത ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊച്ചിയിൽ നിന്ന് തിരിച്ചെത്തി ഇവിടെ താമസമുറപ്പിച്ചിട്ടുള്ള ആളുകളാണ്. അവർ ജൂയിഷ് ബ്ലഡായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ക്ഷേമത്തിനായിട്ട് അല്ലെങ്കിൽ മലയാളികളുടെ പല പ്രശ്നങ്ങളിലും പല പ്രതിസന്ധികളും വരുന്ന സമയത്ത് പല രീതിയിൽ ഇവർ നമ്മളെ സഹായിക്കാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ത്യൻസ് പ്രശ്നത്തിലോ അല്ലെങ്കിൽ പോലീസ് കേസിലോ കോടതിയിലൊക്കെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്ലേറ്ററായിട്ട് വരുന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മെനാഹിം എന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അരുണെ, റാംല ജയിലിൽ 2 മലയാളികൾ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച സമയത്ത് അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുതിയതായിട്ട് ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്ന് ചാടിയ ആളുകളാണ്. UN വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. നമുക്കറിയാം ഒരുപാട് പേര് അങ്ങനെ കാലങ്ങളായിട്ട് വന്ന് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല. ഇസ്രായേലിലെ നിയമങ്ങൾ ശക്തി പ്രാപിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആ ഒരു രീതി തുടരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചക്കാലമായിട്ടുണ്ടാകും. ഇപ്പം അവർ വന്നു ടൂർ ഗ്രൂപ്പിൽ നിന്ന്, നസറത്തിൽ നിന്ന് അവർ ടൂർ ഗ്രൂപ്പിനെ വിട്ട് പുറത്തേക്ക് വന്നു. ഇവിടെ ലോക്കലി സഹായിക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു. ശേഷം അവരെ നത്താനിയയിലൊരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ ജോലിക്ക് കയറ്റി. അവർ വന്ന് 2ാമത്തെ ദിവസം തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. 2ാമത്തെ ദിവസം ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ എമിഗ്രേഷൻ റെയ്ഡ് ഉണ്ടായ സമയത്ത് ഇവരെ പിടിച്ചു. ഇവരെ ജയിലിനകത്ത് അടച്ചിരിക്കുകയാണ്. ജയിലിനകത്ത് അടച്ചതിന് ശേഷം പോലും കുറച്ച് ദിവസങ്ങൾ എടുത്തു ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ പാസ്പോർട്ട് കോപ്പിയില്ല, യാതൊരു രേഖകളുമില്ല, നാഷണാലിറ്റിയോ ഐഡൻറ്റിറ്റിയോ തെളിയിപ്പിക്കുന്ന യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ അവർ ജയിലിനകത്താണുള്ളത്. നമുക്കറിയാം ഇവരൊക്കെ പ്രൊട്ടക്ഷൻ പേപ്പർ എടുത്ത് UN വിസ എടുക്കുക, അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. പക്ഷേ ഈ പ്രൊട്ടക്ഷൻ പേപ്പറിനെ കുറിച്ച് പോലും പലർക്കും വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളത്തേക്കാണ് പ്രൊട്ടക്ഷൻ പേപ്പർ നമുക്ക് തരുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു നിയമപരമായ ആവശ്യത്തിന് വേണ്ടി ഇസ്രായേലിൽ നിൽക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് പ്രൊട്ടക്ഷൻ പേപ്പർ എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല അതിനകത്ത്. നമുക്ക് സ്ട്രീറ്റിലൂടെ നടക്കാനോ സാധനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ എവിടെ പോകുന്നതിനോ വരുന്നതിനോ യാതൊരു തടസ്സമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ജോലി സാഹചര്യത്തിൽ വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ എമിഗ്രേഷൻ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ജയിലിലിട്ടതിന് ശേഷം ഡീപ്പോർട്ട് ചെയ്യും. ഇവരുടെ സാഹചര്യത്തിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു രേഖകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഇവർക്ക് പുതിയതായിട്ട് പാസ്പോർട്ട് എടുക്കണം, അല്ലെങ്കിൽ എക്സിറ്റ് പാസ്പോർട്ട് ഉണ്ടാക്കണം. ഓൾമോസ്റ്റ് ഒരു 45 ഡേയ്സോളം അവർ ജയിലിനകത്ത് കിടക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല ഒരുപാട് പൈസ മുടക്കിയിട്ട് ഒരുപാട് പൈസയൊക്കെ ഏജൻറ്റിന് കൊടുത്തിട്ടായിരിക്കും ഉറപ്പായിട്ട് നാട്ടിൽ നിന്നും വന്നിട്ടുള്ളത്. അത്രമാത്രം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്ന് ചാടത്തുള്ളൂ. നാട്ടിൽ നല്ല സാഹചര്യത്തിൽ ജീവിക്കുന്ന ആരും തന്നെ വരത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് വീണ്ടും വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയൊക്കെ വരുന്ന ആളുകൾ ചിന്തിക്കുക. ഒരിക്കലും ഇസ്രായേലിലെ സാഹചര്യങ്ങൾ പഴയതുപോലെ അല്ല. പണ്ടൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു. ഒരുപാട് പേര് ഇന്നും ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ വേണ്ടത്ര ഇതിനെ പ്രോത്സാഹിക്കുന്നില്ല ഇവിടെ ഗവൺമെൻറ് സെക്ടറിൽ. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഇനി നിങ്ങൾ UN വിസ എടുത്താൽ പോലും നെക്സ്റ്റ് റിന്യൂവലിനൊന്നും റിന്യൂ ചെയ്ത് കൊടുക്കാത്തൊരു സാഹചര്യമാണ്. റിന്യൂവൽ ഇല്ലാതെ ഡേറ്റ് ഇല്ലാതെ റിന്യൂവലിൻ്റെ വേണ്ടിയിട്ട് അവിടെ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടുന്ന് പോലും ആളുകളെ ക്യാച്ചപ്പ് ചെയ്ത് ജയിലിലടച്ചതിന് ശേഷം കയറ്റി വിടുന്നൊരു സാഹചര്യമുണ്ട്. പിന്നെയെങ്കിലും ഇങ്ങോട്ട് വരാനായിട്ട് ആരെങ്കിലും ഏജൻറ്റുമാർ നിങ്ങളെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഏജൻറ്റുമാരെ സമീപിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരു ഗ്യാരണ്ടി ഉണ്ടാവില്ല. അവർ വലിയ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങളോട് തരും. അവിടെ കൊണ്ടുപോയി ജോലി മേടിച്ച് തരാം, അവിടെ ചെന്നാൽ പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് പോകാം, അവിടെ ഞങ്ങൾക്ക് അത്രയും കണക്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറയും. ഒന്നുമില്ല, ചുമ്മാതാ. ഒരിക്കലും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റി അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്കിപ്പം ഇതിൻ്റെ ആരോടും വരണ്ടെന്നൊന്നും പറയാൻ നമ്മളാളല്ല. ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ആളുകൾ അതിനിടയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. ആരെങ്കിലും പോയി രക്ഷപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്ന്? നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് ജയിലിലൊക്കെ കടന്ന് അനുഭവിക്കുന്നത് കാണേണ്ടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.